Hi students, welcome to EduSpring classes. Today we are going to discuss a new topic, business, profession and employment. The occupations of people or economic activities can be classified into three broad categories. അതായത് ഒക്കുപേഷൻസ് ഓഫ് പീപ്പിൾ, ആളുകളുടെ ഒക്കുപേഷൻസ് അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ ഫസ്റ്റ് വൺ ആണ് ബിസിനസ്. What is business? Business refers to those economic activities consisting of production or purchase of goods for sale or exchange of goods or providing services with the object of earning profit. അതായത് ലാഭം നേടിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയോ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയോ സാധനങ്ങൾ വാങ്ങുകയോ ചെയ്തുകൊണ്ട് അത് വിൽക്കുകയും സേവനങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാമ്പത്തിക പ്രവർത്തനം, ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി, അതിനെ വിളിക്കുന്ന പേരാണ് ബിസിനസ്. ഇപ്പോൾ ബിസിനസ് ഒന്നെങ്കിൽ എന്താണ്, സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, മാനുഫാക്ചർ ചെയ്യുന്നു, അല്ലെങ്കിലോ സാധനങ്ങൾ എന്താണ് വാങ്ങുന്നു, എന്നിട്ടെന്താണ് അത് വീണ്ടും വിൽക്കുന്നു, അല്ലെങ്കിൽ സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക പ്രവർത്തനം, ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ് ബിസിനസ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ടു ഏൺ പ്രോഫിറ്റ്, ലാഭം നേടാൻ വേണ്ടിയിട്ടായിരിക്കണം. ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ബിസിനസ്. Those who are engaged in business activities earn income in the form of profit. പ്രോഫിറ്റ് ആണ് ബിസിനസ്സിലൂടെ ലഭിക്കുന്നത്. ഇപ്പം നിങ്ങളൊക്കെ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഇൻകം, ആ ഒരു വരുമാനത്തെ പറയുന്ന പേരാണെന്ത്? പ്രോഫിറ്റ്, ലാഭം എന്നാണ് പറയുന്നത്. ഇതാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതായത് ലാഭം നേടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടെ തന്നെ സാധനങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയോ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങുകയോ ചെയ്തിട്ട് അത് എന്താണ് വിൽക്കുകയും അതുപോലെ തന്നെ സേവനങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാമ്പത്തിക പ്രവർത്തനത്തിനെ പറയുന്ന പേരാണെന്ത്? ബിസിനസ്. ആ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ഒരു ഇൻകം, വരുമാനത്തെ നമ്മൾ എന്ത് വിളിക്കും? പ്രോഫിറ്റ്, ലാഭം എന്ന് വിളിക്കും. ഇത്രയുമാണ് ബിസിനസിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ആണ് പ്രൊഫഷൻ. The second economic activity is profession. എന്താണ് പ്രൊഫഷൻ? A profession may be defined as an occupation which involves rendering of personal services of a special and expert nature. പ്രത്യേക പരിജ്ഞാനവും പരിശീലനവും ആവശ്യമുള്ളതും അതുപോലെ തന്നെ വ്യക്തിഗത സേവനം ആവശ്യമുള്ളതുമായിട്ടുള്ള ഒരു ഒക്കുപേഷൻ, ഒരു ഉദ്യോഗത്തിനെ വിളിക്കുന്ന പേരാണെന്ന്? പ്രൊഫഷൻ. The specialized service are rendered to the clients for a consideration or remuneration. കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ ഒരു സ്പെഷ്യലൈസ്ഡ് സർവീസ് എന്തിനാണ്? ഒന്നെങ്കിൽ എന്താണ്, ഒരു കൺസിഡറേഷന് വേണ്ടിയിട്ടായിരിക്കും. ഈ കൺസിഡറേഷനെ പറയുന്ന പേരാണ് ഫീസ്. അപ്പോൾ ഒരാൾ പ്രൊഫഷൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്ന റെമ്യൂണറേഷൻ, പ്രതിഫലം എന്നുള്ളത് എന്താണ്? അത് ഫീസാണ്. ഇപ്പോൾ നേരത്തെ ബിസിനസ്സിൽ പ്രോഫിറ്റ് ആയിരുന്നു. ഇനി ഒരാൾ പ്രൊഫഷൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്ന ആ ഒരു ഇൻകം, അതിനെ ഫീസ് എന്നാണ് വിളിക്കുന്നത്. Those who are engaged in profession is called professionals. അതായത് ഒരാൾ പ്രൊഫഷനിൽ ഏർപ്പെട്ടിരുന്നാൽ, ഒരു പ്രൊഫഷൻ എന്നുള്ളൊരു ഒക്കുപേഷൻ ഒരാൾ ചെയ്താൽ അയാളെ വിളിക്കുന്ന പേരാണത് പ്രൊഫഷണൽസ്. ഇപ്പോൾ ഒരു ഡോക്ടർ എന്നാണ്, അതൊരു പ്രൊഫഷനാണ്. ഇപ്പോൾ ഡോക്ടേഴ്സ് എന്നാണ്, ഡോക്ടേഴ്സൊക്കെ പ്രൊഫഷണൽസുകളാണ്. എക്സാമ്പിൾ ആണെന്ത്? ഡോക്ടേഴ്സ്. അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സ്, ലോയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്,
ഇവരൊക്കെ എന്താണ്? പ്രൊഫഷണൽസുകളാണ്. ഇപ്പൊ ശ്രദ്ധിക്കുക, രണ്ടാമതാണ് പ്രൊഫഷൻ. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പരിജ്ഞാനവും ഒരു പ്രത്യേക പരിശീലനവും ആവശ്യമായി വരുന്നതും വ്യക്തിഗത സേവനങ്ങൾ ആവശ്യമായി വരുന്നതുമായിട്ടുള്ള ഒരു ഉദ്യോഗത്തിനെ, ഒരു ഒക്കുപേഷനെ നമുക്ക് എന്ത് വിളിക്കാം? പ്രൊഫഷൻ എന്ന് വിളിക്കാം. ഒരാൾ പ്രൊഫഷൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്ന ഒരു ഇൻകം എന്നുള്ളത് എന്താണ്? ഫീ ആണ്. ഫീ ആണ്. ഒരു ഡോക്ടേഴ്സിന് എന്താണ് നമ്മൾ ഫീ കൊടുക്കുന്നു, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫീ കൊടുക്കുന്നു, വക്കീലന്മാർക്ക് ഫീ കൊടുക്കുന്നു. ഇവർക്ക് ലഭിക്കുന്ന വരുമാനം എന്താണ്? ഫീസാണ്. അതുപോലെ തന്നെ ഈ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മൾ എന്ത് വിളിക്കും? ഒരു ബിസിനസ്മാനെ ബിസിനസ്മാൻ എന്ന് വിളിക്കും. അതുപോലെ പ്രൊഫഷൻ ചെയ്യുന്ന ആളുകളെ പ്രൊഫഷണൽസ് എന്നാണ് വിളിക്കുക. പ്രൊഫഷന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? എന്താണ്? ഒരു അഡ്വക്കേറ്റ്, അതായത് വക്കീൽ. അതുപോലെ തന്നെ എന്താണ്? ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഇവരൊക്കെ എന്താണ്? പ്രൊഫഷനാണ് ചെയ്യുന്നത്. ഇനി ഒരു ആള് അയാൾക്ക് പ്രൊഫഷൻ ചെയ്യണമെങ്കിൽ ഒരു പ്രൊഫഷണൽ ബോഡിയിൽ അയാൾ മെമ്പർഷിപ്പ് നേടിയിരിക്കണം. ഒരാൾ ഡോക്ടർ ആവണമെങ്കിൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ അയാൾ എന്താണ്? മെമ്പർഷിപ്പ് നേടിയിരിക്കണം. ഒരു വക്കീൽ ആകണമെങ്കിൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ അയാൾക്ക് മെമ്പർഷിപ്പ് ലഭിച്ചിരിക്കണം. ഇനി ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണമെങ്കിൽ എന്താണ്? ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിൽ അയാൾ മെമ്പർഷിപ്പ് ലഭിച്ചിരിക്കണം. ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ബോഡിയിൽ മെമ്പർഷിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അയാൾക്ക് ഒരു പ്രൊഫഷൻ ചെയ്യാൻ കഴിയുന്നത്. ആ ഒരു പ്രൊഫഷൻ എന്താണ്? പ്രൊഫഷണൽ ബോഡിയിൽ മെമ്പർഷിപ്പ് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു നിശ്ചിത ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും അയാൾ ക്വാളിഫൈ ചെയ്യണം. അവർ പറയുന്ന കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളും അതുപോലെ എന്താണ് കുറെ എത്തിക്സുകളൊക്കെ എന്ത് ചെയ്യണം? ആ ഒരു പ്രൊഫഷൻ ചെയ്യുന്ന ആൾ എന്ത് ചെയ്യണം? അത് അനുസരിക്കണം. എന്നിരുന്നാൽ മാത്രമേ അവർക്ക് ആ ഒരു പ്രൊഫഷണൽ ബോഡിയിൽ മെമ്പർഷിപ്പ് ലഭിക്കുകയുള്ളൂ. ആ മെമ്പർഷിപ്പ് ലഭിച്ചിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു പ്രൊഫഷൻ ചെയ്യാൻ പറ്റുന്നത്. അവരുടെ വരുമാനം എന്നുള്ളത് എന്താണ്? ഫീ ആണ്. ഇനി തേർഡ് ഒക്കുപേഷൻ, തേർഡ് ഇക്കണോമിക് ആക്ടിവിറ്റിയാണ് എംപ്ലോയ്മെന്റ്. തൊഴിൽ. എന്താണ് തൊഴിൽ? എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയ്മെന്റ് refers to an occupation where a person works for someone else under an agreement or rules of service in return for remuneration. അതായത് പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു തൊഴിൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? എംപ്ലോയ്മെന്റ്. എക്സാമ്പിൾ ആണെന്ത്? ദ പേഴ്സൺ ഹു വർക്ക്സ് ഇൻ ഫാക്ടറീസ്, ഇൻ ബാങ്ക്സ്, ഇൻ സ്കൂൾസ്, ഇൻ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഒരാൾ എന്താണ്? ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ, ഒരാൾ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു, ഒരാൾ സ്കൂളിൽ ജോലി ചെയ്യുന്നു. ഇതൊക്കെ എന്താണ്? തൊഴിലാണ്, എംപ്ലോയ്മെന്റ് ആണ്. ദ റെമ്യൂണറേഷൻ ഹി ഗെറ്റ്സ് ഇൻ ദ ഫോം ഓഫ് സാലറി ഓർ വേജ്. അപ്പോൾ ഒരാൾ എംപ്ലോയ്മെന്റ് തൊഴിൽ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്ന ആ ഒരു ഇൻകം സാലറി ആയിരിക്കും. സാലറി മീൻസ് ശമ്പളം, അല്ലെങ്കിൽ എന്താണ്? വേജ്, കൂലി ആയിരിക്കും. ഡയറി ലഭിക്കുന്നതാണെങ്കിൽ വേജ്, മാസത്തിൽ ഒരിക്കലാണെങ്കിൽ എന്താണ്? അതിനെ സാലറി എന്ന് വിളിക്കും. അപ്പോൾ സാലറി അല്ലെങ്കിൽ എന്താണ്? വേജിന് വേണ്ടിയിട്ടാണ് ഒരാൾ എംപ്ലോയ്മെന്റ് ചെയ്യുന്നത്. ഇനി ആരാണോ ഇത് എംപ്ലോയ്മെന്റ് നൽകുന്നത്, ആരാണോ ഈ ഒരു എന്താണ്? ഓർഗനൈസേഷൻ ഓർ പേഴ്സൺ വിച്ച് പ്രൊവൈഡ്സ് വർക്ക്. അതായത് ഈ തൊഴിൽ നൽകുന്ന വ്യക്തി അല്ലെങ്കിൽ തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനത്തിനെ, ഓർഗനൈസേഷനെ നമ്മൾ എന്ത് വിളിക്കും? എംപ്ലോയർ എന്ന് വിളിക്കും. അപ്പോൾ തൊഴിൽ നൽകുന്ന ആളെ എംപ്ലോയർ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? തൊഴിൽ എടുക്കുന്ന ആളെ എംപ്ലോയി എന്ന് വിളിക്കുന്നു. അതിന് ലഭിക്കുന്ന വരുമാനമാണെന്ത്? സാലറി ഓർ വേജ്. ഇതൊരു കരാറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത്രയുമാണ് എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സ്റ്റുഡൻസ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പാരിസൺ ഓഫ് ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. അതായത് എംപ്ലോയ്മെന്റ്, ബിസിനസ്, പ്രൊഫഷൻ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേതാണ്, ഇതിൽ 4 കോളംസ് ആക്കി തിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് കോളം ബേസിസ് ഓഫ് ഡിസ്റ്റിങ്ഷൻ, അതായത് ആ ഒരു വ്യത്യാസത്തിന്റെ അടിസ്ഥാനമാണ് ആദ്യത്തെ കോളത്തിൽ എഴുതുന്നത്. നെക്സ്റ്റ് ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ്. ഓരോന്നെന്താണ്? വ്യത്യാസം വേർതിരിച്ച് പഠിക്കുകയാണ്. എക്സാമിനേഴ്സ് എന്താണ്? വളരെ പ്രധാനപ്പെട്ട എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കമ്പാരിസൺ ബിറ്റ്വീൻ ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം? ഓരോന്നും എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എന്നാണ് ബേസിസ് ഓഫ് ഡിസ്റ്റിങ്ഷൻ. ഒന്ന് എസ്റ്റാബ്ലിഷ്മെന്റ്.
അതായത് സ്ഥാപിക്കുക. എസ്റ്റാബ്ലിഷ്മെന്റ് പറഞ്ഞാൽ എന്താണ്? സ്ഥാപിക്കൽ. എങ്ങനെയാണ് ബിസിനസ് സ്ഥാപിക്കുന്നത്? എന്റർപ്രണേഴ്സ് ഡിസിഷൻ ആൻഡ് ലീഗൽ ഫോർമാലിറ്റീസ്. എന്റർപ്രണേഴ്സ് decision and legal formalities. എന്റർപ്രണേഴ്സ് ഡിസിഷൻ ആൻഡ് ലീഗൽ ഫോർമാലിറ്റീസ്, ഒരു സംരംഭകന്റെ തീരുമാനം, അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള ഫോർമാലിറ്റീസ്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ബിസിനസ് രൂപീകരിക്കുന്നത്. ഇപ്പൊ എങ്ങനെയാണ് ബിസിനസ് രൂപീകരിക്കുന്നത്? ഒരു സംരംഭകന്റെ തീരുമാനം അല്ലെങ്കിൽ എന്താണ് നിയമപരമായിട്ടുള്ള ഫോർമാലിറ്റീസ്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ബിസിനസ് രൂപം കൊള്ളുന്നത്. ഇനി അതുപോലെ തന്നെ പ്രൊഫഷൻ, എങ്ങനെയാണ് ഒരു പ്രൊഫഷൻ രൂപീകരിക്കുന്നത്? മെമ്പർഷിപ്പ് ഓഫ് പ്രൊഫഷണൽ ബോഡി. മെമ്പർഷിപ്പ് ഓഫ് പ്രൊഫഷണൽ ബോഡി. അപ്പോൾ പ്രൊഫഷൻ സ്ഥാപിക്കുന്നത് എങ്ങനെയാണ്? ഒരു പ്രൊഫഷന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് മെമ്പർഷിപ്പ് ഓഫ് പ്രൊഫഷണൽ ബോഡി. അതാത് പ്രൊഫഷണൽ ബോഡിയിൽ നിന്ന് ഒരു മെമ്പർഷിപ്പ് ലഭിച്ചിരിക്കണം. ഇപ്പോൾ ഒരു വക്കീൽ ആകണമെങ്കിൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ മെമ്പർഷിപ്പ് ലഭിച്ചിരിക്കണം. ഒരു ഡോക്ടർ ആവണമെങ്കിൽ എന്ത് വേണം? മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ മെമ്പർഷിപ്പ് ലഭിച്ചിരിക്കണം. ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ബോഡിയിൽ മെമ്പർഷിപ്പ് ലഭിച്ചാലേ ഒരു പ്രൊഫഷൻ സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. The next one, employment. സർവീസ് കോൺട്രാക്ട് ആണ്. സർവീസ് കോൺട്രാക്ട്. സർവീസ് കോൺട്രാക്റ്റിലൂടെയാണ് എംപ്ലോയ്മെന്റ് സ്ഥാപിക്കുന്നത്. അതായത് സേവന കരാറിലൂടെയാണ് ഒരു ജോലിക്ക് എന്താണ് തൊഴിലിന് തുടക്കം കുറിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് വ്യത്യാസം. എന്താണ് എസ്റ്റാബ്ലിഷ്മെന്റ്, സ്ഥാപിക്കൽ. ബിസിനസ് എങ്ങനെയാണ് സ്ഥാപിക്കുന്നത്? എന്റർപ്രണേഴ്സ് ഡിസിഷൻ ആൻഡ് ലീഗൽ ഫോർമാലിറ്റീസ്, എന്റർപ്രണറുടെ തീരുമാനം, അതുപോലെ തന്നെ എന്താണ് നിയമപരമായിട്ടുള്ള ഫോർമാലിറ്റീസ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ബിസിനസ് രൂപീകരിക്കുന്നത്. അതുപോലെ മെമ്പർഷിപ്പ് ഓഫ് പ്രൊഫഷണൽ ബോഡി, ഒരു പ്രൊഫഷണൽ ബോഡിയിൽ മെമ്പർഷിപ്പ് ലഭിക്കുന്നതോടു കൂടിയാണ് ഒരു പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ സർവീസ് കോൺട്രാക്ട്, സേവന കരാറിലൂടെയാണ് ഒരു എംപ്ലോയ്മെന്റ്, തൊഴിൽ എന്താണ് അത് സ്ഥാപിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, സ്ഥാപിക്കൽ. ഇപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പോയിന്റ്, രണ്ടാമത്തെ വ്യത്യാസമാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് നേച്ചർ ഓഫ് വർക്ക്. ഇനി എന്താണ് ആ ഒരു ജോലിയുടെ സ്വഭാവം. ഇതിന്റെ മൂന്നിന്റെയും സ്വഭാവത്തെ കുറിച്ചാണ്, അതിന്റെ ഒരു നാച്ചുറിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് ഫസ്റ്റ് എന്താണ് ബിസിനസിന്റെ നാച്ചർ എങ്ങനെയാണ്? പ്രൊഡക്ഷൻ ഓർ പർച്ചേസ്. പ്രൊഡക്ഷൻ or purchase of goods and services. Production or purchase of goods and services. അതായത് സാധനങ്ങൾ എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാം, അല്ലെങ്കിൽ സാധനങ്ങളെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുക. സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക. ഇതിന് പറയുന്ന പേരാണ് പ്രൊഡക്ഷൻ, പർച്ചേസ് ഓർ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇതാണ് ബിസിനസിന്റെ സ്വഭാവം. ഒന്നുകിൽ സാധനം ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ഇതാണ് ബിസിനസ്. നെക്സ്റ്റ് എന്താണ് പ്രൊഫഷൻ ആണ്. പ്രൊഫഷന്റെ സ്വഭാവം എന്താണ്? എക്സ്പേർട്ട് പേഴ്സണലൈസ്ഡ് സർവീസ്. അതായത് എന്താണ് എക്സ്പേർട്ട്, അതായത് പ്രത്യേക വ്യക്തിഗത സേവനം, വിദഗ്ധമായിട്ടുള്ള വ്യക്തിഗത സേവനമാണെന്ത് പ്രൊഫഷൻ. അതായത് ഇപ്പൊ ഞാൻ ഡോക്ടർ ആണെങ്കിൽ എന്താണ് ഈ ഡോക്ടർ ഞാൻ ചെയ്യുന്ന ജോലി എന്താണ് ഒരു വ്യക്തിഗത വിദഗ്ധ ജോലി ആയിരിക്കും. ഞാൻ ചെയ്യുന്ന ജോലി അത് എനിക്ക് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് ഡോക്ടർ മാറുമ്പോൾ എന്ത് ചെയ്യും?
അതെന്താണ് ഞാൻ ചെയ്യുന്ന ആ ജോലി മറ്റൊരു ഡോക്ടർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നിങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്താണ് ചില ഡോക്ടേഴ്സിന് എന്ത് ചെയ്യും, തെരഞ്ഞു പിടിച്ചിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ പോകും. കാരണം എന്താണ്, അതൊരു വ്യക്തിഗത വിദഗ്ധ ജോലിയാണ്. അതെന്താണ്, ആ ജോലി എന്താണ് ഓരോ വ്യക്തികൾക്ക് അനുസരിച്ചെന്നാണ് അതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് എക്സ്പേർട്ട് പേഴ്സണലൈസ്ഡ് സർവീസ്, വ്യക്തിഗത വിദഗ്ധ സേവനമാണ് പ്രൊഫഷൻ എന്നുള്ളത്. അതേ സ്ഥാനത്ത് എന്താണ് എംപ്ലോയ്മെന്റോ, പെർഫോമിംഗ് ദ വർക്ക് അസൈൻഡ് ബൈ ദി എംപ്ലോയർ. പെർഫോമിംഗ് ദ വർക്ക് assigned by employer. അതായത് ഒരു എംപ്ലോയർ, ഒരു തൊഴിലുടമ എന്ത് ജോലിയാണോ ഏൽപ്പിക്കുന്നത് ആ ജോലി എന്ത് ചെയ്യുക, ചെയ്തു കൊടുക്കുക. അതാണ് പെർഫോമിംഗ് ദ വർക്ക് അസൈൻഡ് ബൈ ദി എംപ്ലോയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇവിടെ എന്താണ് രണ്ടാമത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നേച്ചർ ഓഫ് വർക്ക്, ജോലിയുടെ സ്വഭാവം. അപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിൽ പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനാണ് ബിസിനസ് എന്ന് പറയുന്നത്. സാധനങ്ങളാവാം, സേവനങ്ങളാവാം. അതുപോലെ എന്താണ് എക്സ്പേർട്ട് പേഴ്സണലൈസ്ഡ് സർവീസ്, അതായത് എന്താണ് വ്യക്തിഗത വിദഗ്ധ സേവനം. നെക്സ്റ്റ് ആണ് പെർഫോമിംഗ് ദ വർക്ക് അസൈൻഡ് ബൈ ദി എംപ്ലോയർ. ഒരു എംപ്ലോയർ, ഒരു തൊഴിലുടമ അസൈൻ ചെയ്ത് കൊടുക്കുന്ന അതായത് ഒരു തൊഴിലുടമ നിർദ്ദേശിച്ചിട്ടുള്ള ഏൽപ്പിച്ചിട്ടുള്ള ജോലി എന്ത് ചെയ്യുക, അത് ചെയ്യുക എന്നുള്ളതാണ് ഈ എംപ്ലോയ്മെന്റിന്റെ സ്വഭാവം. ഇപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി തേർഡ് പോയിന്റ് എന്താണ്, ബേസിക് മോട്ടീവ്, പ്രേരകം. ഒരാളെ ബിസിനസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ്? ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ലഭിക്കും? പ്രോഫിറ്റ് ലഭിക്കും. ആളുകളെ ബിസിനസ് ചെയ്ത് എന്തുകൊണ്ടാണ് പ്രേരിപ്പിക്കാനുള്ള കാരണം? പ്രോഫിറ്റ്. അയാൾക്ക് എന്ത് ലഭിക്കും? ബിസിനസ് ചെയ്താൽ ലാഭം ലഭിക്കും. നെക്സ്റ്റ് ആണ് സർവീസ്. ഈ പ്രൊഫഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ലഭിക്കുക? സർവീസ്, സേവനം. പ്രൊഫഷനിലൂടെ എന്താണ് ആളുകൾക്ക് നല്ല സേവനങ്ങൾ നൽകാൻ കഴിയും. ഒരു ഡോക്ടർക്ക് എന്താണ് രോഗിയെ നല്ല രീതിയിൽ ചികിത്സിക്കാൻ കഴിയും, രോഗിക്ക് നല്ലൊരു സേവനം നൽകാൻ കഴിയുന്നു. അതുപോലെ എന്താണ് ഒരു വക്കീലിന് നിയമസേവനം ചെയ്യാൻ കഴിയുന്നു. ഇങ്ങനെ എന്താണ് സേവനം, ആളുകൾക്ക് സേവനം ചെയ്യുക എന്നുള്ള ഒരു മനസ്സുള്ളത് കൊണ്ടാണ് ആ ഒരു പ്രേരകമാണ് അവരെ പ്രൊഫഷനിലേക്ക് എത്തിക്കാനുള്ള കാരണം. അതുപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് ആണ് എംപ്ലോയ്മെന്റിന്റെ എന്താണ് പ്രേരകം എന്താണ്? ജോലി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? വരുമാനം, ഇൻകം ലഭിക്കും എന്നുള്ളതാണ് ഒരു തൊഴിലിന്റെ പ്രേരകം, ഇൻകം. അപ്പോൾ ഏതൊരു ഒക്കുപേഷൻ ആണെങ്കിലും അത് ചെയ്യാനാണ് ഒരു പ്രേരകം ഉണ്ടായിരിക്കും, ഒരു മോട്ടീവ് ഉണ്ടായിരിക്കും, ബേസിക് മോട്ടീവ്. ബിസിനസ് ആണെങ്കിൽ പ്രോഫിറ്റ്, പ്രൊഫഷൻ ആണെങ്കിൽ സർവീസ്, എംപ്ലോയ്മെന്റ് ആണെങ്കിൽ എന്താണ്? ഇൻകം. ഇതാണ് അതിന്റെ മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ 3 പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ആണ് ഫോർത്ത് പോയിന്റ് എന്നാണ് ക്വാളിഫിക്കേഷൻ. യോഗ്യത. ഒരാൾക്ക് ബിസിനസ് ചെയ്യാൻ എന്ത് യോഗ്യതയാണ് വേണ്ടത്? നോ ഫോർമൽ ക്വാളിഫിക്കേഷൻ, നോ ക്വാളിഫിക്കേഷൻ ആണ്. നോ ഫോർമൽ ക്വാളിഫിക്കേഷൻ, അതായത് ഒരു ബിസിനസ് ചെയ്യാൻ എന്ത് വേണ്ട? ക്വാളിഫിക്കേഷന്റെ ഒരു ആവശ്യമൊന്നുമില്ല. ഒരാളുടെ കയ്യിൽ എന്താണ് ക്യാഷ് ഉണ്ടെങ്കിൽ, ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? നല്ല ബിസിനസ് തുടങ്ങാം. അതിനെന്താണ് ഇത്ര ക്ലാസ് വരെ പാസ്സാകണം എന്നുള്ളൊരു നിബന്ധനയില്ല. അതായത് എന്താണ് അതിനൊരു ക്വാളിഫിക്കേഷൻ ബിസിനസ് തുടങ്ങാൻ വേണ്ട. കയ്യിൽ എന്താണ് നല്ലൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ ആർക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആണ് പ്രൊഫഷൻ തുടങ്ങാനുള്ള യോഗ്യത എന്താണ്? പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ്. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ്. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അതായത്
പ്രൊഫഷണൽ യോഗ്യത വേണം. അതുപോലെ പ്രൊഫഷണൽ ട്രെയിനിങ്, പരിശീലനം ലഭിച്ചിരിക്കണം. ഇപ്പോൾ ഒരാൾക്ക് പ്രൊഫഷൻ ചെയ്യണമെങ്കിൽ അയാൾക്കൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും വേണം, അതുപോലെ പരിശീലനം ലഭിച്ചിരിക്കണം. ഇപ്പോൾ ഒരാൾക്കൊരു MBBS ഡോക്ടർ ആവണമെങ്കിൽ അയാൾ MBBS അയാൾ പൂർത്തീകരിച്ചിരിക്കണം. അതിന് പുറമെ അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ ഒരു വർഷം അല്ലെങ്കിൽ ഒരു 6 മാസം, ഒരു വർഷമോ ഡോക്ടറായി ജോലി ചെയ്തിട്ടുള്ള ഒരു പരിചയം കൂടി ആർക്ക് വേണം? ആ ഒരു ഡോക്ടർക്ക് വേണം. അതാണ് പ്രൊഫഷണൽ യോഗ്യതയ്ക്ക് പുറമെ അദ്ദേഹത്തിന് ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ്, പ്രാക്ടിക്കൽ പരിശീലനം ലഭിച്ചിരിക്കണം. അവർക്ക് പ്രൊഫഷൻ ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് വൺ ആണെന്ത്? ക്വാളിഫിക്കേഷൻ ഓഫ് എംപ്ലോയ്മെന്റ്. എംപ്ലോയ്മെന്റിന്റെ ക്വാളിഫിക്കേഷൻ ആണ് ക്വാളിഫിക്കേഷൻ ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ എംപ്ലോയർ. Qualification as prescribed by employer. ഒരു എംപ്ലോയർ ഏതൊരു ക്വാളിഫിക്കേഷൻ ആണോ ആവശ്യപ്പെടുന്നത് അതായിരിക്കും ആ ഒരു തൊഴിലിന്റെ യോഗ്യത. ഇപ്പൊ ഒരു സ്ഥാപനത്തിലേക്ക് കേഷ്യറായിട്ട് നിയമിക്കുകയാണ്. ഒരു കേഷ്യറായിട്ട് നിയമിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞ യോഗ്യത ഡിഗ്രി പാസ്സായിരിക്കണം എങ്കിൽ അതിന്റെ യോഗ്യത ഡിഗ്രിയാണ്. ഇനി അയാൾ പറയുകയാണെന്ത്, ഇനി മിനിമം ഒരു +2 പാസ്സായിരിക്കണം. അങ്ങനെയെങ്കിൽ ആ കേഷ്യറിന്റെ യോഗ്യത +2 ആണ്. ഇപ്പൊ ഏതൊരു ജോലിക്ക് പ്രവേശിക്കുമ്പോൾ ആ എംപ്ലോയർ, തൊഴിൽ നൽകുന്ന ആള് എന്തൊരു ക്വാളിഫിക്കേഷൻ ആണോ ആവശ്യപ്പെടുന്നത് അതായിരിക്കും അതിന്റെ യോഗ്യത. അതായത് ക്വാളിഫിക്കേഷൻ ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി എംപ്ലോയർ. ഇപ്പോൾ 4th പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്വാളിഫിക്കേഷൻ, നോ ക്വാളിഫിക്കേഷൻ ആണ് ബിസിനസ്സിന്. പ്രൊഫഷൻ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ട്രെയിനിങ്. അതുപോലെ എംപ്ലോയ്മെന്റ് ക്വാളിഫിക്കേഷൻ ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി എംപ്ലോയർ. ഇത്രയുമാണ് 4ാമത്തെ പോയിന്റ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 5th പോയിന്റ് ആണ്. ഇനി 5th പോയിന്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപം. അപ്പോൾ ഒരു ബിസിനസിന്റെ നിക്ഷേപം എങ്ങനെയായിരിക്കണം? അക്കോർഡിംഗ് ടു നേച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ്. ക്യാപിറ്റൽ നീഡഡ് അക്കോർഡിംഗ് ടു നേച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ്. ഇപ്പോൾ ഒരു ബിസിനസിന്റെ വലിപ്പത്തിനും അതിന്റെ സ്വഭാവത്തിനും അനുസരിച്ചിട്ടാണ് അതിൽ എത്ര മൂലധനം ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന് നിശ്ചയിക്കുന്നത്. ഒരു ചെറിയ ബിസിനസ് ആണെങ്കിൽ വളരെ കുറഞ്ഞ നിക്ഷേപം മതി. വലിയൊരു ബിസിനസ് ആണെങ്കിൽ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ്, ക്യാപിറ്റൽ, മൂലധനം ആവശ്യമായിട്ട് വരും. ചെറിയ ബിസിനസ് ആണെങ്കിൽ കുറഞ്ഞ മൂലധനമേ ആവശ്യമായിട്ട് വരികയുള്ളൂ. അതാണ് അക്കോർഡിംഗ് ടു ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദ ബിസിനസ്. ബിസിനസിന്റെ വലുപ്പത്തിനും സ്വഭാവത്തിനും അനുസരിച്ചിട്ടാണ് അതിന് എത്ര ക്യാപിറ്റൽ വേണമെന്ന് തീരുമാനിക്കുന്നത്. ഇനി അതുപോലെ തന്നെ പ്രൊഫഷൻ എന്ത് വേണ്ട? നോ ക്യാപിറ്റൽ അല്ലെങ്കിൽ ലിമിറ്റഡ് ക്യാപിറ്റൽ. പ്രൊഫഷൻ എന്ത് മതി? ലിമിറ്റഡ് ക്യാപിറ്റൽ മതി. ലിമിറ്റഡ് ക്യാപിറ്റൽ. ലിമിറ്റഡ് പറഞ്ഞാൽ പരിമിതമായിട്ടുള്ള മൂലധനം മതി. ആർക്ക്? ഒരു പ്രൊഫഷൻ തുടങ്ങാൻ. കാരണം ഒരു പ്രൊഫഷൻ തുടങ്ങാൻ എന്ത് വേണം? ഒരു ഓഫീസ് വേണം, അവിടേക്ക് ഒരു ടേബിൾ, കമ്പ്യൂട്ടർ, ഇങ്ങനെ വളരെ പരിമിതമായിട്ടുള്ള മൂലധനം മാത്രമേ നമുക്ക് ചെലവായിട്ട് വരികയുള്ളൂ. അതുകൊണ്ടാണ് ലിമിറ്റഡ്. ഇനി എംപ്ലോയ്മെന്റ്, നോ ക്യാപിറ്റൽ. ഒരു ജോലി ചെയ്യാൻ എന്ത് വേണ്ട? മൂലധനം ഇറക്കേണ്ട. നമുക്കെന്നാണ് ഒരു ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് ആയുധം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ആയുധത്തിനുള്ള എമൗണ്ട് മാത്രം. അല്ലെങ്കിൽ സാധാരണ ഫാക്ടറിയിലോ അല്ലെങ്കിൽ കമ്പനികളിലൊക്കെ ജോലിയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയാൽ മതി, അവിടെ പോയി ജോലി ചെയ്താൽ മതി. നമ്മൾ എന്ത് ചെയ്യണ്ട? ക്യാഷ് ഇറക്കേണ്ട ആവശ്യമില്ല, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് എംപ്ലോയ്മെന്റിന് വേണ്ട, ക്യാപിറ്റൽ വേണ്ട. പക്ഷെ ബിസിനസ് ആണെങ്കിൽ നല്ല ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. അത് വലിയ ബിസിനസ് ആണെങ്കിൽ വലിയ എമൗണ്ട് ക്യാപിറ്റൽ, മൂലധനം ആവശ്യമായിട്ട് വരും. അതാണ് 5th പോയിന്റ്. ഇനി 6th പോയിന്റ് ആണ്. 6th പോയിന്റ് റിവാർഡ്, പ്രതിഫലം. റിവാർഡ്. ഒരാൾ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എന്താണ് പ്രതിഫലം ലഭിക്കുന്നത്? പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ്. ഇനി പ്രൊഫഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രതിഫലം? ഫീസ് ആണ്. ഫീ. പ്രൊഫഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും, ഫീ ലഭിക്കുന്നതാണ്. ഇനി ഒരാൾ തൊഴിൽ ചെയ്ത് കഴിഞ്ഞാൽ, എംപ്ലോയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വേജ് ഓർ സാലറി. ഒന്നെങ്കിൽ ശമ്പളം അല്ലെങ്കിൽ വേജ്. സാലറിയോ വേജോ ആണ് എംപ്ലോയ്മെന്റ് ചെയ്താൽ ലഭിക്കുന്നത്.
പ്രൊഫഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫീ ലഭിക്കുന്നു, ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രോഫിറ്റ് ലഭിക്കുന്നു. ഇനി സെവൻത് പോയിന്റ് ആണ് റിസ്ക്, നഷ്ട സാധ്യത. സെവൻത് പോയിന്റ് ആണ് റിസ്ക്, നഷ്ട സാധ്യത. ഇനി ബിസിനസിന്റെ റിസ്ക് എന്താണ്? റിസ്ക് ഈസ് ഇൻഹറന്റ്, ഹൈ റിസ്ക് ആണ്. ഒരു ബിസിനസ് എന്താണ് നല്ല നഷ്ട സാധ്യതയുണ്ട്. അതായത് എന്താണ് ബിസിനസ് ഭാവിയിലേക്ക് വേണ്ടി എന്താണ് വലിയൊരു എമൗണ്ട് നമ്മളെന്താണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. അതുകൊണ്ട് എന്താണ് അതിൽ റിസ്ക് എന്താണ് കൂടുതലാണ്. ഇനി അതേ സ്ഥാനത്ത് എന്താണ് പ്രൊഫഷൻ ആണെങ്കിൽ വെരി ലെസ്, വളരെ കുറഞ്ഞ നഷ്ട സാധ്യത മാത്രമേ ഉള്ളൂ. കാരണം എന്താണ് നമ്മളൊരു ഓഫീസൊക്കെ ഇട്ട് ഒരു ക്ലിനിക്കൊക്കെ തുടങ്ങുകയാണെങ്കിൽ ആ ക്ലിനിക്ക് തുടങ്ങാനുള്ള ആ ഒരു എമൗണ്ട് മാത്രമേ നമുക്ക് നഷ്ടമാവുകയുള്ളൂ. അതുകൊണ്ട് വെരി ലെസ് ആണ് അതിന്റെ നഷ്ട സാധ്യത, റിസ്ക് എന്നുള്ളത്. ഇനി ജോലി ആണെങ്കിൽ എന്താണ് നോ റിസ്ക്. ജോലി നമ്മളെന്താണ് ഒരു ജോലിക്ക് പോയി അവിടെ എത്തിയപ്പോൾ ജോലി ഇല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ നമുക്ക് ആ ഒരു ബസ്സിന്റെ കൂലിക്ക് മാത്രമേ പോവുകയുള്ളൂ, അല്ലെങ്കിൽ ആ വണ്ടിക്കൂലി മാത്രമേ നമുക്ക് എന്താണ് നഷ്ടമാവുള്ളൂ. അതുകൊണ്ടാണ് ജോലിക്ക് എന്തില്ല, റിസ്ക് ഇല്ല, നഷ്ട സാധ്യതയില്ല. പിന്നെ പ്രൊഫഷൻ ആണെങ്കിൽ എന്താണ് ഒരു ക്ലിനിക്കോ സെറ്റ് ചെയ്ത് അവിടെ ചെറിയ ചെറിയ ടൂൾസ് ഒക്കെ വാങ്ങി വെച്ച് അതിന്റെ റിസ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ബിസിനസ് ആണെങ്കിൽ എന്താണ് നമ്മൾ വലിയൊരു സംഖ്യ ഇറക്കുന്നു, ചിലപ്പോൾ എന്താണ് ആ എമൗണ്ട് മൊത്തത്തിൽ എന്താണ് നഷ്ടപ്പെടാനുള്ള സാധ്യത വരെയുണ്ട്. ഫയർ സംഭവിച്ചു, തെഫ്റ്റ് സംഭവിച്ചു, ഇതിലൊക്കെ എന്താണ് നമുക്ക് വലിയ നഷ്ടങ്ങൾ വരും. അപ്പൊ നഷ്ട സാധ്യത എന്തിന് കൂടുതലാണ്? ബിസിനസ്സിൽ കൂടുതലാണ്. ഇപ്പൊ 7ാമത്തെ പോയിന്റ് ആണ് റിസ്ക്. ഇനി 8 പോയിന്റ് ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. നമ്മുടെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് മീൻസ് ഇപ്പൊ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഷെയർ, അതിന്റെ ഓഹരി, അതാണ് ഇൻട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് എത്രയാണ് എമൗണ്ട് ഇറക്കിയത് ആ എമൗണ്ട്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഷെയർ, അതാണ് ഇൻട്രസ്റ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബിസിനസ്സിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇപ്പൊ ഞാൻ ബിസിനസ് തുടങ്ങി, എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എൻ്റെ ബിസിനസ് വേറെ ഒരാൾക്ക് കൈമാറ്റം ചെയ്യാം, അത് വിൽക്കാം. ഞാൻ കമ്പനിയുടെ ഷെയർ എടുത്തു, ആ ഷെയർ എന്ത് ചെയ്യാം? എനിക്ക് മറ്റൊരാൾക്ക് വേണ്ടി വിൽക്കാം. അതുകൊണ്ടെന്നാണ് ഇവിടെ എന്ത് സാധ്യമാണ്? അത് പോസിബിൾ ആണ്. ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് പോസിബിൾ, സാധ്യമാണ്. ഇനി പ്രൊഫഷൻ, ഞാൻ ഡോക്ടറാണ്, എനിക്കെന്ത് വേണ്ട? ഇനി ഡോക്ടർ ജോലി വേണ്ട, അതുകൊണ്ടെന്നാണ് എൻ്റെ ഡോക്ടർ ജോലി എന്താണ് ഇനി നിങ്ങൾക്ക് തരാണ്. അത് സാധിക്കുമോ? ഇല്ല, അത് സാധിക്കൂല. അതുകൊണ്ടെന്നാണ് നോട്ട് പോസിബിൾ. അപ്പൊ പ്രൊഫഷൻ എന്താണ്? അത് കൈമാറ്റം ചെയ്യാൻ കഴിയുകയില്ല. കാരണം അത് ഒരു വ്യക്തിഗത സേവനമാണ് പ്രൊഫഷൻ എന്നുള്ളത്. ഇപ്പോൾ നോട്ട് പോസിബിൾ ആണ്. അതുപോലെ തന്നെ തൊഴിൽ എന്നാണ് നോട്ട് പോസിബിൾ. ഞാൻ നിങ്ങളെന്താണ് പഠിപ്പിക്കുന്നതാണ്, അത് നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഞാൻ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ഒരു നിശ്ചിത സംഖ്യ വാങ്ങിക്കൊണ്ട് ആ ബിസിനസ് നിങ്ങൾക്ക് വിൽക്കാം. ബാക്കിയുള്ള തൊഴിലോ പ്രൊഫഷനോ വേറെ ആൾക്ക് വിൽക്കാൻ കഴിയില്ല. അതാണ് നോട്ട് പോസിബിൾ, അത് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. ലാസ്റ്റ് പോയിന്റ് ആണ് 9. ലാസ്റ്റ് പോയിന്റ് ആണ് 9th പോയിന്റ്, കോഡ് ഓഫ് കണ്ടക്ട്. ഇവിടെ നിന്നാണ് നോ. ബിസിനസ്സിന് എന്തില്ല? ഒരു പ്രത്യേക ആചാര മര്യാദയൊന്നും എവിടെ ഇല്ല, ബിസിനസ്സിലില്ല. ഇപ്പൊ കോഡ് ഓഫ് കണ്ടക്ട് എന്തിനില്ല? ബിസിനസ്സിന് എന്താണ് കോഡ് ഓഫ് കണ്ടക്ട് ഇല്ല എന്നുള്ളതാണ്. അതുപോലെ എന്താണ് ഇവിടെ പ്രൊഫഷൻ എന്താണ് കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. അതായത് ആസ് laid down by the professional bodies. As laid down by professional bodies. For professional bodies നിർദ്ദേശിക്കുന്ന ആചാരമര്യാദ അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്ട് ഒരു പ്രൊഫഷൻ ഉണ്ടായിരിക്കണം. ഒരു ഡോക്ടർ ആണെങ്കിൽ എന്താണ്
അയാൾക്ക് തോന്നിയ പോലെ രോഗികളെ ചികിത്സിക്കാൻ പാടില്ല. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ചില നിർദ്ദേശങ്ങളും ചില ഗൈഡ് ലൈൻസ് ഒക്കെ നൽകിയിട്ടുണ്ടാകും. അതിനനുസരിച്ച് മാത്രമേ ആ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റിനനുസരിച്ച് മാത്രമാണ് ആർക്ക് പെരുമാറാൻ കഴിയുകയുള്ളൂ. ഒരു പ്രൊഫഷണൽസിന് അല്ലെങ്കിൽ ഡോക്ടർക്ക് പെരുമാറാൻ പറ്റുകയുള്ളൂ. അതാണ് കോഡ് ഓഫ് കണ്ടക്ട് എന്നുള്ളത്. നെക്സ്റ്റ് ആണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഇനി എംപ്ലോയ്മെന്റിന്റെ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു സേവന കരാറിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിരിക്കും ഒരു എംപ്ലോയ്മെന്റിന്റെ ആചാര മര്യാദ കോഡ് ഓഫ് കണ്ടക്ട് എന്നുള്ളത്. ഇന്നത്തെ ടോപ്പിക് എന്നാണ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാകും എന്നൊരു പ്രതീക്ഷയോടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ.